കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാനയെ രക്ഷപ്പെടുത്താൻ തകർത്ത കിണറിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി. 2 ലക്ഷത്തിൽ പരം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറ കൂലാഞ്ഞി പത്രോസിന്റെ ഉടമസ്ഥതയിലുള്ള കിണറിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ 12-ന് കാട്ടാന വീണിരുന്നു. കാട്ടാനയെ രക്ഷിച്ചത് കിണറിന്റെ ഒരു വശം തകർത്ത് വഴിയുണ്ടാക്കിയാണ്. ഈ കിണർ പുനർനിർമ്മിച്ചു നൽകാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള 2 ലക്ഷത്തിലധികം രൂപയാണ് കിണറിന്റെ പുനരുദ്ധാരണത്തിനായി ചെലവഴിച്ചത്. കിണറിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം വൈകിയത് വിവാദമായിരുന്നു. കിണറിനടുത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള വഴിയില്ലാത്തതടക്കമുള്ള വിവിധ കാരണങ്ങളിലാണ് നിർമ്മാണ പ്രവർത്തനം വൈകിയത്. കിണറിന്റെ സമർപ്പണം ആന്റണി ജോൺ MLA നിർവഹിച്ചു. നല്ല നിലയിൽ തന്നെ നമ്മളത് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് സൂചിപ്പിച്ചു, ഏറെ സന്തോഷകരമായ കാര്യമാണെന്ന് സൂചിപ്പിക്കാൻ കാരണം ഈ ഒരു കിണറും ആ കിണറിനെ ചുറ്റിപ്പറ്റിയും ഒരുപാട് കഥകൾ നമ്മുടെ നാടിനകത്ത് പലരും പ്രചരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ ആ കഥയിൽ വില്ലന്മാരുടെ റോളായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് MLA എന്നുള്ള നിലയിൽ വില്ലനായാണ് എന്നെ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അവതരിപ്പിച്ചത്. സർക്കാരിനെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടറെ അടക്കം അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു. ഇത് രാഷ്ട്രീയമായി ഇതിനെ ആ നിലയിൽ ചില ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആ വേളയിലെല്ലാം പറഞ്ഞു, ഇതിൻ്റെ ഒരു സാങ്കേതികമായി ഇതാരും വർക്കേറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു ഘട്ടവും അങ്ങനെ വന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ ആ വേളയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അതിനെല്ലാം മറ്റു തലത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സർക്കാരിനും MLAക്കും പഞ്ചായത്തിനുമൊക്കെ എതിരായി തിരിച്ചുവിടാനുള്ള വലിയ ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, മെറ്റിൻ മാത്യു, ആശ അജിൻ, സാറാമ്മ ജോൺ, ജിജി സജീവ്, സന്തോഷ് അയ്യപ്പൻ, ശ്രീജ സന്തോഷ്, മെജോ ജോർജ്, PM അഷ്റഫ്, അഖിൽ സുധാകരൻ, ബിനിൽ വാവേലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.